വിനയം കാണിച്ചു എന്നതിന്റെ പേരിൽ നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് ഒരുപാട് സാധാരണ ആളുകൾ ഫേസ് ചെയ്യുന്നത് മറ്റേ അഹംഭാവം കൂടുതലാണ്, അതെ മറ്റേ സിനിമയിൽ വന്ന ജാടയാണ്, അതാണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കാണ് അധികം കേട്ടിട്ടുള്ളത്. എളിമ കാണിച്ചാലും കുഴപ്പമാണ്. ഇപ്പൊ മറ്റേത് പറയും ഇവന് എളിമ എന്റെ ആകാരിയാണ്, ഇത് ഇച്ചിരി എളിമ കൂടിയപ്പോഴത്തേക്ക് അതിനെ ഇപ്പോൾ Why are you disturbing my peace? പറയുമ്പോൾ പലർക്കും തോന്നും എന്താണ് ജയറാമിനെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവിടെ കാട്ടു ഫ്രോഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആയിക്കോട്ടെ, പക്ഷേ വകതിരിവ് വേണം. ആളെ മനസ്സിലാക്കാനുള്ള കഴിവ് അത്രേ ഉള്ളൂ. ശകലം കുറച്ചാ നല്ലത്. ഞാൻ പറയാതിരിക്കാ പുള്ളി. ഈ അടുത്ത് ഭാഗ്യരാജ് മരിച്ച സമയത്ത് ഇങ്ങനെ അവിടെ മീഡിയന്റെ മുന്നിൽ പോയിട്ട് കയ്യൂപ്പി നിന്നുള്ളൊരു ഐറ്റം ഉണ്ടായിരുന്നു. ഒന്നും അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഫേസ് ഉണ്ടാക്കി അങ്ങനെ ഒന്നുമില്ല. ഒരാൾ മരിച്ച സമയത്ത് എടുത്ത വീഡിയോയിലടക്കം ഇയാളുടെ എനിക്കിത് അഭിനയമായിട്ടാണ് തോന്നിയത്. എനിക്ക് അത് ജന്മനാ ഉള്ളതാണ്. ഞാൻ അങ്ങനെ ചിരിച്ച് ചിരിച്ച് സംസാരിക്കാറ്. Great human being. Past 30-35 years, very good family friend. அவர் டைரக்ஷன்ல நடிக்க முடிஞ்சது என்னோட പുണ്യം. ശുദ്ധന ഇവന്റെ പേരാ പേരുത്തമൻ. അപ്പൊ ശുദ്ധൻ എന്ന് പറഞ്ഞ ദൈവമേ പരീക്ഷിക്കല്ലേ. ഇവിടെ എന്തിനാ മൈക്ക് വരുമ്പോ കയ്യൂപ്പി നിൽക്കുന്ന ഈ മനുഷ്യൻ ഇത്രത്തോളൊക്കെ വിനയം കാണിച്ച് പങ്കിടണോ എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോയിരുന്നു അന്ന് തന്നെ. ഇതൊക്കെ എന്ത് ദ്രോഹാടോ. സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്. മൂപ്പര് ഈ വിനയം കാണിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിട്ടുള്ള സമയത്ത് മൂപ്പരും എല്ലാം കണ്ട് സ്വഭാവം മാറ്റി ക്യാരക്ടർ മാറ്റി അമ്പി ആയതാ തോന്നുന്നുണ്ടോ. ചായയാണോ കാപ്പിയാണോ, കടുപ്പം കൂടുതലാണോ കുറവാണോ, എത്ര മധുരം? എനിക്ക് ചായ വേണ്ടെങ്കിലോ? വെള്ളമുണ്ട്, ചൂടാണോ തണുപ്പാണോ, രണ്ടും കരുതിയിട്ടുണ്ട്. പഞ്ചസാര പൊതിക്കാൻ. എടാ എ ക്ലാസ് അഭിനയടാ ഇയാള്. റിയൽ ലൈഫിലെ ഓസ്കാർ അഭിനയത്തിന് കൊടുക്കുകയാണ് ഇയാൾക്ക് കൊടുക്കണം തോന്നുന്നു. പ്രായഭേദമന്യേ സകലരെ മൂത്തം കളിച്ച് ലടിക്കുക, കാര്യം കഴിഞ്ഞാ കഴിവേറ്റി വിടുക.